വെള്ളിക്കുന്നത്ത് ഭഗവതികാവ് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം കലവറ നിൽക്കൽ ചടങ്ങ് നടന്നു. ആചാര്യ വരവേൽപ്പും സംഘടിപ്പിച്ചു. നിരവധി ഭക്തർ പങ്കെടുത്തു. വെള്ളിക്കുന്നത്ത് ഭഗവതികാവ് ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞം കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. വെള്ളിക്കോത്ത് നീണ്ട 64 വർഷങ്ങൾക്ക് ശേഷം വെള്ളിക്കുന്നത്ത് ഭഗവതികാവിൽ ഒക്ടോബർ 2 വരെ ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞവും നവരാത്രി മഹോത്സവവും നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു. വെള്ളിക്കോത്ത് പടിക്കാൽ ക്ഷേത്രത്തിൽ നിന്നും വാദ്യമേളം, മുത്തുക്കുട എന്നിവയുടെ അകമ്പടിയോടെ നടന്ന കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ മാതൃസമിതി അംഗങ്ങൾ, ബാലികമാർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മറ്റു നിരവധി ഭക്തജനങ്ങളും അണിചേർന്നു. പടിക്കാൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച കലവറ ഘോഷയാത്ര വെള്ളിക്കോത്ത് അയ്യപ്പ ഭജന മന്ദിരം, യങ് മെൻസ് ക്ലബ്ബ്, വെള്ളൂർ വയൽ, കാറ്റാടി നാഗപ്പറമ്പ് ദേവസ്ഥാനം പരിസരം വഴി വെള്ളിക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന സമർപ്പണ ചടങ്ങ് നടന്നു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി നാരായണൻകുട്ടി നായർ, ജനറൽ കൺവീനർ കെ കൃഷ്ണൻ മാസ്റ്റർ, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ, ഖജാൻജി കെ വി കൃഷ്ണൻ, പി ദിവാകരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് കോടോത്ത് നാരായണൻ നായർ, ബി നാരായണൻ, പി രമേശൻ, കെ ഗോപി, പി സുധാകരൻ നായർ, പി കുഞ്ഞികൃഷ്ണൻ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വൈകിട്ട് എടനീർ മഠാധിപതി സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ, ക്ഷേത്രം തന്ത്രി ആലമ്പാടി പത്മനാഭ പട്ടേരി, യജ്ഞാചാര്യൻ ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുവനന്തപുരം, മറ്റു സഹ ആചാര്യന്മാർ എന്നിവരെ യജ്ഞശാലയിലേക്ക് ആനയിച്ച് ആചാര്യ വരവേൽപ്പ് നൽകി. തുടർന്ന് സച്ചിദാനന്ദ ഭാരതി സ്വാമികൾ യജ്ഞദീപം തെളിയിച്ചു. ആചാര്യവരണം, ദേവി ഭാഗവത മഹാത്മ്യ പ്രഭാഷണം എന്നിവയും നടന്നു. ನವರಾತ್ರಿ ಉತ್ಸವದ ಅಂಗವಾಗಿ ನಡೆಯುವಂತಹ ದೇವಿ ಭಾಗವತ ನವಾಹ ಯಜ್ಞದ ಪ್ರಾರಂಭ ಸನ್ನಿಧಿಯಲ್ಲಿ ಇವತ್ತು ನಡೀತಾ ಇದೆ. ನವರಾತ್ರಿ ಉತ್ಸವ ಅನ್ನೋದು ನಮಗೆ ಹಿಂದೂಗಳಿಗೆ ಸನಾತನ ಧರ್ಮದಲ್ಲಿ ಬಹಳ ಪ್ರಾಶಸ್ತ್ಯವನ್ನು ಹೊಂದಿದಂಥ ಒಂದು ಪರ್ವ ದಿನಗಳು. തിങ്കളാഴ്ച രാവിലെ ഗണപതി ഹോമവും തുടർന്ന് ലളിത സഹസ്ര നാമജപവും ഗ്രന്ഥപൂജയും ശ്രീമദ് ദേവി ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ഉച്ചപൂജയും തുടർന്ന് അന്നദാനവും നടക്കും. വൈകിട്ട് 6:45 ദീപാരാധനയും 8 മണിക്ക് നിറമാല പൂജയും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പൂജകളും അന്നദാനവും നടക്കും. ഒക്ടോബർ 2 ആഘോഷ പരിപാടികൾ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.